നമുക്ക് കിട്ടിയിരിക്കുന്നത് iPhone 14 Pro എന്ന് പറഞ്ഞ മോഡാണ്. കംപ്ലൈൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേക്കോ കാര്യങ്ങൾക്കോ യാതൊരു പ്രശ്നമില്ല. എൻ്റെ ടച്ച് ഗ്ലാസ് മാത്രമായിട്ട് പൊട്ടിയിട്ട് വന്നൊരു സംഭവം. ഫ്രണ്ടിൽ തന്നെ കാണുന്നൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ടച്ച് പൊട്ടിയാൽ തന്നെ ഈ സാധനത്തിൻ്റെ ലുക്ക് ഒരു പരിധി വരെ പോകും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. പിന്നെ എന്ന് പറയുമ്പോൾ ഗ്ലാസ്സാണ്, പൊട്ടൂല എന്ന് യാതൊരു ഉറപ്പും പറയുന്നില്ല. താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടും. ഈ ഒരു സാധനം പൊട്ടിയാൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എറിഞ്ഞിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പൗച്ചില്ല. അതാണ് മറ്റേ സ്ക്രീൻ കാർഡ് ഇല്ലെങ്കിൽ പൊട്ടൂല എന്ന് ഞാൻ പറയുന്നില്ല. സ്ക്രീൻ കാർഡ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലൊക്കെ പൊട്ടും. പക്ഷേ നല്ല രീതിയിൽ ഒരു റബ്ബർ പൗച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടാൻ ചാൻസ് ഒരു 80% ചാൻസ് കൂടുതലാണ്. പക്ഷേ അത്യാവശ്യം പ്രൊട്ടക്ഷനായിട്ട് നല്ലൊരു താങ്ങും തണലായിട്ട് ഒരു പൗച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടാൻ ചാൻസ് വളരെ ചാൻസ് കുറവാണ്. ഒന്നുമില്ല, നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചാൽ മതി. ഒരു മനുഷ്യനൊരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് അയാൾക്കൊരു നല്ലൊരു പാർട്ണറോ അല്ലെങ്കിൽ അയാൾക്കൊരു നല്ലൊരു ചങ്കോ അയാളുടെ വിഷമം കേൾക്കാൻ വേണ്ടിയിട്ട് കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സും ഗ്ലാസ്സാണ്, അത് പൊട്ടും. അതേ അവസ്ഥ തന്നെയാണ് ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു ഫോൺ അതിൻ്റെ താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 2024 കഴിഞ്ഞ് 2025 എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ എന്നെ വിളിച്ചിട്ട് പറയും, ഇനി വിഷമിക്കണ്ട, ഞങ്ങളുണ്ട് കൂടെ, എനിക്ക് എന്തിൻ്റെ തുറന്നു പറഞ്ഞാൽ. അതാണ് ഒഴുക്കി കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സർപ്രൈസും ഏറ്റവും വലിയൊരു വാല്യൂ. അതേപോലെ തന്നെയാണ് ഞാനും പറയുന്നത്, നിങ്ങൾ ഫോൺ പൊട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ ബേജാറാണ്ട, സംഭവങ്ങൾ അയച്ചോളൂ, നമുക്ക് റെഡിയാക്കാം. പക്ഷേ കയ്യിലാണെങ്കിൽ റെഡിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിപ്പോൾ എന്തായാലും സാധനം ടച്ച് ഗ്ലാസ് കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോൾ തന്നെ ഫുള്ളും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വിഷമിച്ചിരിക്കുന്ന ചങ്കൻ്റെ അയച്ചു കൊടുത്തിട്ട് പറയും ഞാനുണ്ട് കൂടെ. അതേപോലെ തന്നെ നിങ്ങളെ ഫോൺ പൊട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ. അപ്പോൾ കൂടി ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.